ശിരസിന്മേൽ വാഴും കുരിശേ. ഹലോ മുത്തുമണികളെ, വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. കുരിശുമല, നമ്മുടെ സ്വന്തം തെക്കൻ കുരിശുമലയിൽ, 67ാമത്തെ തെക്കൻ കുരിശുമലയിലേക്ക് എല്ലാവരെയും ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. കുരിശുമല കയറാൻ ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി. 5:30 അവിടെ എത്തി സംഗമവേദിയിലെ. എന്നിട്ട് ഞങ്ങൾ മല കയറാൻ തുടങ്ങി. പിന്നെ എൻ്റെ കൂടെ എൻ്റെ അനുജത്തി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 2 പേരും മല കയറി തുടങ്ങി. ഭക്തജനങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, കുട്ടികൾ ഉൾപ്പെടെ വലിയവർ വരെ. കുട്ടികളൊക്കെ വളരെ സന്തോഷത്തോടെയാണ് മല കയറുന്നത് കേട്ടോ. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഹിമാലയ ചവിട്ടിക്കയറി വരുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ കർത്താവ് നടത്തി കൊടുക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം നൽകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മലമുകളിൽ ഇറങ്ങി താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ സ്വസ്ഥവും ശാന്തവും സമാധാനപരമായ ജീവിതം ദൈവം അവർക്കായി ഒരുക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ നടന്ന് നിറകിലെത്തി കേട്ടോ. സമയം നോക്കിയപ്പോൾ 8 മണിയായി കേട്ടോ. അവിടെ വിശുദ്ധ കുർബാന നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും ഞായറാഴ്ചയല്ലേ, വിശുദ്ധ കുർബാന ഫുള്ളും പങ്കെടുക്കാമെന്ന് കരുതി ഞങ്ങളവിടെ ആരാധനയിൽ തീരും വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആരാധന കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, അവിടുത്തെ പ്രകൃതി ഭംഗി കാണാൻ വളരെ അതിമനോഹരമാണ് കേട്ടോ. ഒന്നും പറയാനില്ല. മലകളും കുന്നുകളും ആറുകളും എല്ലാം കാണാം. മലകളിൽ നിന്നാലേ പിന്നെ എന്താ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു പ്രകൃതി ഭംഗിയുടെ ഒരു അനുഭൂതി എന്ന് പറയണത്. എന്താ മനോഹാരിത അല്ലേ. പിന്നെ ഞങ്ങൾക്ക് കുരിശുമല വരാൻ 2 വഴികളുണ്ട് കേട്ടോ. വെള്ളരുടെ പന്നിമല വഴിയും 10 കാണി കാളിമല വഴിയും ഞങ്ങൾക്ക് വരാൻ കേട്ടോ. ഇങ്ങോട്ട് എളുപ്പം വന്നിട്ട് കാളിമല വഴി വരുന്നതാണ്. എന്നാലും ഞങ്ങൾ കുരിശുമല വരണമെങ്കിൽ സംഗമവേദി വഴി തന്നെ വരും. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ഇങ്ങനെയാണ് വരുന്നത്, മല കയറുന്നതും. ഇതുവഴി വരുമ്പോൾ ഒരു അനുഭൂതി തന്നെ. എന്നിട്ട് കാടിനുമേറിയതാണ് നമ്മൾ പന്നിമല വഴി വരുന്നത്. ഈ സംഗമവേദി വഴി വരുന്നത് കാടിനുമേറിയ ഒരു വഴിയാണ്. ചെറിയ ചെറിയ കല്ലുകളും ഒക്കെ നിറഞ്ഞതും പൊടി മണ്ണൊക്കെ ഒന്ന് സ്ലിപ്പായ വീടിൽ നിന്ന് പോകുന്ന രീതിയിലൊക്കെ ഉള്ളതാണ്. എന്നാലും ഞാനും എൻ്റെ അനുജത്തിയും മലയൊക്കെ കയറി നെറുകയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇനി താഴോട്ട് ഇറങ്ങിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് താഴെ ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അവൻ അവിടെ കടയിട്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളവിടെ ഇരുന്ന് നാരങ്ങ വെള്ളവും തണ്ണിമത്തൻ ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി മെഴുതിരി വീഴ്ക്കുന്നത് കണ്ടു. ഈ നല്ല ചുട്ടുപൊള്ളുന്ന വെയിലത്തും എന്ത് സന്തോഷത്തോടെ അവൾ മെഴുതിരി വീഴ്ക്കാൻ നിൽക്കുന്നത്. അവൾ അവൻ്റെ ഭാര്യയാണ് കേട്ടോ. അവനെ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ് അവൾ. ഞങ്ങൾ അവരുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വീണ്ടും താഴോട്ട് തിരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഇറങ്ങിയപ്പോഴേ എൻ്റെ വേറൊരു ഫ്രണ്ടിനെ ഉണ്ട് കേട്ടോ. അവൻ ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നത്. അവൻ്റെ ഭാര്യയും അവൻ്റെ അനുജത്തിയും അവളെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവർക്കൊരു ഹായ് കൊടുത്ത് പറഞ്ഞ് ഞങ്ങൾ മല വീണ്ടും ഇറങ്ങി തുടങ്ങി. പകുതി എത്തിയപ്പോൾ ഒരു മണി ഉണ്ട് കേട്ടോ അവിടെ. എല്ലാവരും അവിടെ ചെന്ന് മണിയടിക്കുന്നത് കണ്ട് ഞാനും പോയി ഒന്ന് മണിയടിച്ചു. ആ മണിയുടെ സൗണ്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അടിക്കുന്ന കണ്ടുള്ള ഒരു ആവേശത്തിൽ പോയി അടിച്ചതാണ് കേട്ടോ. കുരിശിന്റെ മാറിൽ വെയിലേറ്റെനിക്കായി തണലേകും നാഥനെ പിരിയുകില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കണ്ട് നടന്ന് സംഗമവേദിയിൽ എത്താറായി കേട്ടോ. 9 മണി. ദൈവസുതന്റെ നിണമേറ്റ കുരിശേ അണഞ്ഞിടുന്നു, ഞങ്ങൾ നമിച്ചിടുന്നു. യേശുനാഥ
അങ്ങനെ ഞങ്ങൾ സംഗമവേദിയിൽ വന്ന് എല്ലാം കണ്ട് ആസ്വദിച്ചു. അതിന് മുകളിലൊരു യേശുവിൻ്റെ ഒരു രൂപമുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നോക്കിയ ഈ വ്യൂ കണ്ടില്ലേ, ഇതാണ് നെറുകൈ കുരിശുമല. ആ നെറുകയിലാണ് ഞങ്ങൾ കയറിയിട്ട് ഈ സംഗമവേദിയിൽ താഴെ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടല്ലോ മലകളെല്ലാം എന്ത് ഭംഗിയാണെന്നാ കാണാൻ. ഈ മലമുകളിലാണ് ഞങ്ങൾ കയറി പോയതിപ്പോൾ. എന്ത് സുന്ദരമായ സ്ഥലം അല്ലേ. ഇതൊക്കെ ഒരു പ്രകൃതിയിലെ ഒരു മനോഹാരിത തന്നെ. ഞങ്ങളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളങ്ങനെ ഇനി വീട്ടിലോട്ട് മടങ്ങുകയാണ് കേട്ടോ. പോകും വഴി ഒരുപാട് കടകളെല്ലാം ഉണ്ട് കേട്ടോ. സാധനങ്ങളെല്ലാം വാങ്ങിക്കണമെന്നുണ്ട്. എന്നാലും ഇവിടെ നിന്ന് കുറച്ച് തേൻമുട്ടായികളെല്ലാം വാങ്ങിച്ചു. അനിയത്തി ഇവിടെ നിന്ന് ഒരു ബൊമ്മയൊക്കെ വാങ്ങിച്ചു. ഞങ്ങളിനി അങ്ങനെ വീണ്ടും വീട്ടിലേക്ക് യാത്രയായി കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ ബൈ. ഇന്നു